അച്ഛന് കൂട്ടിരുന്ന് ഇതാ അമ്മയ്ക്കും വയ്യാണ്ടായിട്ട് അമ്മേനെയും കൂടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഹലോ ഹായ് നമസ്കാരം, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് വേഗം ചോറും കറിയൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇനി വൈകുന്നേരം അവർക്ക് കൊണ്ടുപോകാനുള്ള ഒരു തെത്രപ്പാടിലാണ്. അതിനായിട്ട് ഏറ്റവും കൊണ്ടുവന്നത് കണ്ണൻകൊഴിയാളാന്ന് ഇവിടുന്ന് പറയാം. എനിക്ക് നാട്ടിൽ ഈ മീൻ എന്താ പറയുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. മീനൊക്കെ കഴുകി മുറിച്ച് വൃത്തിയാക്കിയതിന് ശേഷം പൊരിക്കാനുള്ള വാഗ കിട്ടി മസാലയൊക്കെ ഇട്ട് ഞാൻ വെക്കും. മസാലയൊക്കെ കുറച്ച് ഇട്ട് വെച്ചതിന് ശേഷം കഴിക്കാൻ പോകുന്ന സമയത്തോ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ പൊരിച്ചെടുക്കാറാണ് പതിവ്. അതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പിന്നെ നമ്മുടെ മീൻകറിക്ക് വേണ്ട തേങ്ങയും പുളിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മസാലയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അങ്ങനെ മീൻകറിയും നമ്മുടെ അടുപ്പിലാക്കിയിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീനൊക്കെ ഒന്ന് വാരി വിതറി ഇടണം. അപ്പോൾ മീനൊക്കെ വാരി വിതറി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് മീനൊക്കെ ഒന്ന് സെറ്റ് അതിന് ശേഷം ഒന്ന് വറുത്ത് തട്ടും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ടോ. അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ട് വറുത്ത് തട്ട് മീൻകറി റെഡിയായി. പിന്നെ അതിനുശേഷം ഞാൻ വേഗം മീൻ പൊരിക്കാനുള്ള സെറ്റപ്പും ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ അച്ഛൻ ഇവിടെ ഇവിടെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും അത് സൂപ്പർ ആണെങ്കിൽ സൂപ്പർ എന്ന് പറയും. അവർ ആ കഴിച്ച് നോക്കിയിട്ട് അടിപൊളി എന്ന് പറഞ്ഞിട്ട് മാത്രമേ ബാക്കി കഴിക്കുള്ളൂ. അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആട്ടോ അച്ഛൻ്റെ അമ്മേൻ്റെയും. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കുറച്ച് തേങ്ങ എടുത്ത് ഇഞ്ചി പിന്നെ അതുപോലെ പച്ചമുളക് ഉപ്പ് ഇട്ട് നമ്മുടെ തൈര് കൂടെ കുറച്ചടിച്ച് നമ്മൾ മിക്സ് അടിച്ച് ഒരു മോര് കറി പോലെ ഞാൻ ഉണ്ടാക്കുന്നത്. മോര് കാച്ചി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ റെസിപ്പിക്ക് ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ കടുകൊക്കെ പൊട്ടിച്ച് അതിലൊഴിച്ച് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതുണ്ടായാൽ പിന്നെ അച്ഛന് വേറെ ഒന്നും വേണമെന്നില്ല കേട്ടോ. പിന്നെ അവർക്ക് ഒരു ഇഞ്ചി നമ്മുടെ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ ഇഞ്ചി തേയില കട്ടനും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം നമുക്ക് പാക്ക് ചെയ്യണം. അങ്ങനെ ആദ്യം മീൻ കറിയൊക്കെ റെഡിയാക്കി പിന്നെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയുള്ള പൊതിയിൽ ചോറാക്കി. അവർക്ക് രണ്ടുപേരും വേറെ വേറെ അഡ്മിറ്റ് ആയതുകൊണ്ട് നമ്മൾ റൂമിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ജനറൽ വാർഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചോറ് മതി എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും വിളമ്പുമ്പം മതിയാവോ തൃപ്തി വരുവേയില്ല. എന്നാലും കുറച്ച് ഞാൻ അവർക്ക് വിളമ്പി. പിന്നെ ഇവിടെ മോൾക്കും ഒട്ടും വയ്യ, വൈറൽ പനിയാണ്. പിന്നെ എനിക്കും ഏട്ടനും ഒന്നും വയ്യ. എങ്കിൽ പോലും നമ്മൾ ഭക്ഷണമൊക്കെ അവിടെ എത്തിക്കുമ്പോണ്ടാവുന്നൊരു സന്തോഷം വേറെ തന്നെയാണ്. കാരണം ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാനാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ എന്താ പറയുക, അതൊക്കെ റെഡിയാക്കി. പിന്നെ നമുക്ക് എല്ലാവർക്കും കുറച്ച് അവർക്ക് വായിക്ക് രുചിയൊന്നുമില്ല, കഴിക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിനെല്ലാം കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ മീൻ പൊരിച്ചും പിന്നെ നമ്മുടെ പാർട്സ് ഫ്രൈയും ഒക്കെ ആക്കി പിന്നെ അവിയൽ മോര് കാച്ചിയത് എല്ലാം റെഡിയാക്കി വെച്ച് കട്ടനും കൂടി എടുത്ത് വെച്ച് കേട്ടോ. എല്ലാം സെറ്റാക്കിയതിന് ശേഷം നമ്മൾ അവിടെ കൊണ്ടുപോയി പോയപ്പം അച്ഛനും അമ്മയും അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ് കേട്ടോ. ഒന്നും പറയാനില്ല. അവർ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ വന്ന് ബിഗ് ബോസിൻ്റെ ടൈമാണ്. ബിഗ് ബോസ് ഭയങ്കര ഫാനാണ് കേട്ടോ. ഞാൻ എല്ലാ സീസണും കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിഗ് ബോസൊക്കെ കാണുന്ന സമയത്തിന് ഞാനും ഏട്ടനും കൂടി നമ്മുടെ നല്ല നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റോടെ തന്നെ ഭക്ഷണം കഴിച്ചു. ഏട്ടനൊന്നും രുചിയൊന്നും അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വയ്യാണ്ട് കിടന്നു കഴിഞ്ഞാൽ നന്നായി ഭക്ഷണം കഴിച്ചാൽ മാത്രമേ എണീച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.